ചേട്ടത്തി ഓ ഇക്കടെ അങ്ങോട്ട് കൈ നീട്ടി ചേട്ടത്തി. എന്തിനാടാ നീട്ട്. ഇത് ഇവന്റെ ചുണ്ടി പറ്റി പിടിച്ചിരുന്നതാ. ഇതിന് ചേട്ടത്തി സമാനം പറഞ്ഞേ പറ്റൂ. ഞങ്ങൾ ആരും അറിയാതെ ഇവന്റെ ചുണ്ടി മാത്രം അങ്ങനെ മൈസൂർ പക്കന്റെ പൊടി വന്ന്. മൈസൂർ ഓ ഒന്നും അറിയാത്തില്ല കുഞ്ഞ്. ചേട്ടത്തി ഒരു കാര്യം മനസ്സിലാക്കണം. അളിയൻ എത്ര കൊതിന അല്ലെങ്കിലേ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കൊതിന. ഈ മൈസൂർ പാക്ക് ഏത് മരുഭൂമി കടന്നാലും സുമേഷിന് അറിയാൻ പറ്റും. ഞാൻ മൈസൂർ പാർക്കൊന്നും കഴിച്ചില്ല. പാർക്കല്ല പാക്ക്. എടാ പിന്നെ നീ എന്നെ കടയിൽ നിന്ന് മേടിച്ച് തിരിച്ചു കൊടുത്താണ് ചുണ്ടി പറ്റിച്ചിട്ട്. എടാ നീ ഒന്ന് പോടാ സുമേഷ്, ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിയേക്കാ രാവിലെ. ഓ ചില വീടുകളിൽ നടക്കുന്ന ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. എന്ത് ഈ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ച് സ്വന്തം മക്കൾക്ക് മാത്രം കൊടുക്കുന്ന പരിപാടി. ഞങ്ങൾക്ക് മാത്രമല്ല കൊണ്ടു കൊടുക്കുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ മൈസൂർ പാക്ക് ഉണ്ടെന്ന്. ചേട്ടത്തി അളിയനെയും പൈങ്കിലേക്ക് എന്നെ ചേട്ടത്തി ഇങ്ങനെയാണോ കാണുന്നത്? എടാ ഈ മധുര ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഇഷ്ടമായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിള്ളേർക്ക് ഓ കൊടുത്തേ. ഇപ്പൊ മനസ്സിലായാലും ഇഷ്ടമായിരുന്നു. എന്നാ എടുത്തോ. നിനക്ക് ഞാൻ തരാം. ഇല്ല പറഞ്ഞോണ്ട് നടക്കരുത് ആരോടും. ഞാനിതും പറഞ്ഞുകൊണ്ട് നടക്കത്തൊന്നുമില്ല. നല്ല ആളുടെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. അവിടെ ഇറങ്ങാ. മൈസൂർ പാക്ക് നിന്നൊരു ഡിമാൻഡ് ഇടുന്നോ? ഒളിപ്പിച്ച് വെച്ചേക്കുവാണല്ലേ. പോടാ ഒളിപ്പിച്ചൊന്നുമല്ല, ഈ പിള്ളേര് എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിട്ടേ. എടാ ഞാൻ ഇതിനകത്താണല്ലോ ഞാൻ വെച്ചിരുന്നേ. ചേട്ടത്തി ചുമ്മാ നമ്പർ ഇറക്കല്ലേ. എടാ നമ്പർ അല്ലടാ, നീ എടുത്തോടാ. എന്റെ പൊന്നെ ഇത് എവിടെ ഇരിക്കുന്നു അറിഞ്ഞോട്ടെ. പിന്നെ ഞാൻ എടുക്കുന്ന അങ്ങനെ അമ്മ. ഞാനേ ഇവന് കൊടുത്തിട്ട് ഇതിനകത്തിട്ട് ഇതിന്റെ പുറകിൽ വെച്ചിട്ട് തുണി വിരിക്കാൻ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോഴേക്ക് താരം എടുത്തേ. ഇത് മനഃപൂർവ്വം കരുതി കൂട്ടിയുള്ള പ്ലാനിങ് ആട്ടോ. ഇത് എവിടോ എടുത്ത് താത്ത് വെച്ചിട്ടുണ്ട് മൈസൂർ പാർക്ക്. ഇത് എവിടോ ഇരിപ്പുണ്ട്. മര്യാദയ്ക്ക് എടുത്ത ചേട്ടത്തി. ഇവന്റെ അല്ലെങ്കിൽ ഇവന്റെ ചുണ്ടി മാത്രം അങ്ങനെ വരും. ആകാശത്ത് നിന്ന് പൊട്ടി വിരിയൂ. എടാ ഞാൻ ഇത് തന്നെയാണോ വെച്ചത്? ഇത് നമ്പര് ഭയങ്കര നമ്പര്. ഇത് മക്കൾക്ക് കൊടുക്കുന്ന പരിപാടിയുടെ. എടാ കഷ്ടമുണ്ട് സത്യമായിട്ട് ഞാൻ ഇതിനകത്ത് വെച്ചാ. മനസ്സിലായി. ഞാനും അളിയനും പൈങ്കിലേക്ക് ഇവിടെ ഉള്ളതാ. നിനക്ക് വേണമെങ്കിൽ ഞാൻ നാളെ 1 കിലോ മൈസൂർ പാക്ക് മേടിച്ചു തരാം. വേണ്ട, എനിക്ക് കുത്തിരിപ്പുണ്ടാക്കാതിരിക്കാവോ? ഇപ്പം വേണം. ഇപ്പൊ ഇതിനല്ലേ ഞാൻ ചോദിച്ചു. ഞാൻ നോക്കട്ടെ. എന്നാ നോക്ക്. മതി. ഇത് അതോട്ട് അടിന്നാ. ഓ അടിന്ന് തന്നെ കേട്ട് അടിച്ച് കയറ്റാ അങ്ങോട്ട്. ഓ അത് ലൂസ്. ഇതെന്തളിയാ ഇരിക്കാത്ത? ഇതിപ്പോ ഇരുത്തുന്ന സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കളയ്ക്കാറുന്ന റോബോട്ടിനെ ഉണ്ടാക്കായിരുന്നു. അളിയന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? അത് ഞാൻ ഈ മാമ കിടന്ന് കഷ്ടപ്പെടാണ്ടപ്പോഴേ സ്നേഹമുള്ള ഒരു മരുമോനാണെന്ന നിലയ്ക്ക് ഞാൻ കയറി ഏറ്റേ. നമുക്കേ ഇതൊരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചിട്ടേ അങ്ങ് മുങ്ങാം. അഡ്ജസ്റ്റ്മെന്റിൽ ആരും ശരിയാവില്ല. സസ്പെൻഷനിലാണെങ്കിൽ ഞാൻ ഒരു പോലീസുകാരനാണെന്ന് ആളിയെ ഓർക്കണം. കള്ളത്തരത്തിനൊന്നും ഞാൻ ഇല്ല. ഇവനുണ്ടാകും. എന്താടാ എവിടെയെങ്കിലും പെട്ടി പിടിച്ചിരിപ്പുണ്ടോ നോക്കട്ടെ. ഇരിപ്പുണ്ടാ? എന്തോന്നു പറ്റി പിടിച്ചിരിപ്പുണ്ടോ നോക്കട്ടെ. ആര്? പൊടി പൊടിയാ? എന്തോന്നിന്റെ പൊടി? അളിയനടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. സത്യസന്ധമായിട്ട് എൻ്റെ അടുത്ത് ഉത്തരം പറയണം. അളിയത് പിടിച്ചാണ്. നിനക്ക് ഞാൻ കള്ളത്തരം പറഞ്ഞോളാ. അളിയ അടുക്കള ഒളിപ്പിച്ച് വെച്ചിരുന്ന മൈസൂർ പാക്ക് കട്ട് തിന്നോ? എന്താ നളിയത്? തിന്നോ ഇല്ലയോ? എടാ നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കില്ല കേട്ടാ. എടാ എനിക്ക് വേണമെങ്കിലേ എനിക്ക് വാങ്ങിച്ചു തന്നെ അറിയാം അവൻ്റെ മൈസൂർ പാക്ക്. ഡേയ് എന്തോന്ന് കാര്യം എന്തോന്ന്? ചേട്ടത്തി പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി അടുക്കള കുറച്ച് മൈസൂർ പാക്ക് ഒളിപ്പിച്ച് വെച്ചിരുന്നു. അതിപ്പം കാണുന്നില്ല. ഇവിടെ സംശയിക്കേണ്ടത് ഈ വയറ് മണ്ണുമന്തിയോ? ഡേ വേറെ മണ്ണുമന്തി തന്നെ എന്നെ വിളിച്ചോണ്ടല്ലോ. ചെപ്പടിച്ച് ഞാൻ തിരിച്ചോളാം കേട്ടാ. എന്താ നളിയത്? ഒരു പേര് ഒളിപ്പിച്ച് വെച്ചിരിക്കണ. അയ്യേ എന്നെ വീട്ടിൽ ഒളിപ്പിച്ചൊപ്പൊന്നുമില്ല കേട്ടോളിയാ. അതുകൊണ്ട് എനിക്ക് കള്ളത്തോടെ അറിഞ്ഞൂടെ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ചാണ് തിന്നണത്. ഇതെന്തോ ഒരുമാതിരി. ഡേയ് നീ തിന്നില്ലെങ്കിൽ തിന്നില്ലെന്ന് പറഞ്ഞാൽ മതി. വലിയ കുടുംബ മഹിമയൊന്നും പറയാനും വേണ്ട. എൻ്റെ അമ്മയുടെ സഹോദരൻ തന്നെയല്ല നിന്റെ അച്ഛൻ, എൻ്റെ മാമൻ. അതെന്തോ നളിയാ അങ്ങനെ ഒരു വർത്താനം? എൻ്റെ അച്ഛൻ എന്തൊരു കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. അളിയൻ്റെ അച്ഛൻ എൻ്റെ മാമനാണെന്നുള്ളതും കൂടെ അളിയ ആലോചിച്ചോളാം കേട്ടാ. മതി നിർത്ത്. എന്താ എവിടെയെങ്കിലും പൊടി ഇരിക്കണമെന്ന് നോക്കട്ടെ. കേട്ടോ പൊടി എന്താ നളിയത് ഒരുമാതിരി? അയ്യേ ഭയങ്കര മോശമായി പോയി. എടാ കുറച്ച് പക്വതയോടുകൂടി പെരുമാറടാ. പക്വതയുള്ളതാണ്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇത് പിടി, അടിച്ച് താക്ക്. അളിയനുള്ള ഞാൻ കൊടുത്തോളാം. അടിച്ച് താക്കടാ അങ്ങോട്ട്. അളിയാ മഞ്ഞക്കുഞ്ഞിക്കാടുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര തിന്നാനുള്ളിൽ മോഹമുദിച്ചൊല്ലും. എല്ലാരെക്കാളിലും 2 നാഴി ചോറ് ഞാൻ കൂടുതലെന്നുള്ള ശരി തന്നെ എന്നും പറഞ്ഞ് കട്ടുന്നെന്ന് തന്നെ പറയില്ല കേട്ടാ. ഇപ്പൊ ആരാ പറഞ്ഞ? എന്താ പ്രശ്നം? എന്താ ചേട്ടത്തി കൊണ്ടുവച്ചിരുന്ന മൈസൂർ പാക്ക് ഞാൻ അടുത്ത് തിന്നു.
മൈസൂർ പാക്കോ ആ. ആര് കൊണ്ടുവച്ചു? ചേട്ടത്തി ഒളിപ്പിച്ച് കൊണ്ട് പിള്ളേരെ കൊടുക്കാൻ വേണ്ടി വെച്ചാൽ മൈസൂർ പാക്ക് ഞാൻ തിന്നതാണ് നിന്റെ അനിയ സുമേഷ് പറയണത്. എന്റെ പൊന്നു ശിവേട്ട, ആ സുമേഷ് എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വെകിളി പിടിച്ച് തുള്ളുന്ന എന്ത് ചാൻസ് ആയിരിക്കും പറഞ്ഞ മോട്ടിച്ചെന്ന് മാത്രം പറയല്ലോ അതിന് കിട്ടല്ലോ. അപ്പൊ അന്ന് തിയേറ്ററിൽ നിന്ന് ഹെൽമെറ്റ് മോട്ടിച്ചതോ? എന്തോന്ന്? തിയേറ്ററിൽ നിന്ന് ഹെൽമെറ്റ് മോട്ടിച്ചതോന്ന്. അത് എന്റെ ഹെൽമെറ്റ് ഒരു എടുത്തോളൂ പോയിട്ടല്ലേ? അതുകൊണ്ട് അതുകൊണ്ടാ ആ. എന്റെ സാധനം ഒരു എടുത്താൽ നമ്മൾ ആരുടെയും സാധനം എടുക്കും. അതിപ്പോ ഹെൽമെറ്റ് ആയാലും ശരി തന്നെ ചെരുപ്പ് ആയാലും അങ്ങനെ തന്നെ. അടിപൊളി, നല്ല ബെസ്റ്റ് ഫിലോസഫി, സൂപ്പർ. ഓഹോ, അപ്പൊ ഞാൻ കള്ളനാണെന്നാണ് നീ പറഞ്ഞോണ്ട് പറഞ്ഞല്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. എനിക്ക് എന്റെ അവതാരിയൊന്നും വേണ്ട, ശരിക്കുള്ള കള്ളനെ പിടിച്ചെന്ന് വിശ്വസിക്കുമല്ലോ. ഡേ ഈ നിമിഷത്തിന് വേണ്ടി ആയിരിക്കോട്ടെ ദൈവം എന്നെ പോലീസ് ആക്കിയത് എന്നും പറഞ്ഞ് നിങ്ങൾ ഇതിന്റെ പേര് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ പോവാണോ? തുടങ്ങും, ഇൻവെസ്റ്റിഗേഷൻ നടത്തും. എന്നിട്ട് എല്ലാവരും പിടിച്ച് ഞാൻ ജോയിൻ ചെയ്യും, നല്ല ഇടിയും കൂടി പിടിച്ച് കയറി കൊടുക്കും. എന്തേലും കാണിക്ക്, പക്ഷെ ഒരു കാര്യം പറയാനുള്ളൂ, ഓവറാക്കി നാറ്റിക്കരുത്. നാച്ചിക്കൂടി നാട്ടിക്കിഞ്ഞേ എന്താ ഈ മനുഷ്യന്? ഹാ. ദേ വരുന്നു. നീ ഒരു കാര്യം ഓർത്തോ, ഇതുപോലെ ഒളിപ്പ് ചേച്ചിട്ട് തിന്നാലേ തീറ്റി തുറന്നാലേ ആ. ഇനി ഈ വീട്ടിൽ മോശം നടക്കും കേട്ടാ. ഇനി ഈ വീട്ടിൽ മോഷണവും നടക്കും, നീയൊക്കെ ഏതെങ്കിലും നിലവരെ തലയെ വെച്ച് കെട്ടി അവനെ കള്ളാനും ആകും. ഞാനോ? ആ നീയൊക്കെ എല്ലാം തന്നെ. അയ്യേ വേറെ അയ്യേ. ഇങ്ങേരുടെ ഈ ആവേശം കണ്ടിട്ട് എനിക്ക് ഇങ്ങേര് തന്നെയാണോ എടുത്തോന്ന് എന്തോന്നടി? എന്തോന്ന്? ഏ? കണ്ണന്റെ ടെഡി ബിയർ കാണുന്നില്ല. കണ്ണന്റെ ടെഡി ബിയർ. ടെഡിയ ബിയർ ബിയർ ടെഡിയ ബിയർ. ആടെ എന്തോ പ്രശ്നമുണ്ട്. എവിടെ പോണ്? ഞാൻ ചുമ്മാ മൈസൂർ പാക്ക് ഞാൻ മോട്ടിച്ചത്. മൈസൂർ പാക്ക് ഞാൻ എടുത്തില്ലല്ലോ. ചേട്ടത്തിയോട് ചോദിച്ചു നോക്ക്, ചേട്ടത്തി ഒളിപ്പിച്ചു വെച്ചായിരിക്കും ചിലപ്പോ. എനിക്കറിയാം ശിവേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല. നമുക്കെന്നോ മൈസൂർ പാക്ക് പോട്ടിക്കണോ? ആ നമുക്കെന്താ മൈസൂർ പാക്ക് കാണാതെ കിടക്കുന്നു. അതാണ് ആ. കാരണം നമ്മള് മൈസൂർ പോയി തിന്നും മൈസൂർ പാക്ക് കേട്ടാ. പറഞ്ഞു കൊടുക്കണം നീ അവളടുത്ത്. അവൻ എന്റെ മൂക്കിനകത്ത് ബാഗതൊക്കെ ഒന്ന് നോക്കണം. അത് പൊടി ഉണ്ടാകും, പിന്നെ പൊടി പൊടിയായിട്ടല്ലേ ഇപ്പൊ മൈസൂർ പാക്ക് വരണത്. ഇത് ഞാൻ തെളിയിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കാം, ആരോടും പറയണ്ട, എന്നോട് പറ. നിങ്ങളാണോ എടുത്തത്? പ്ലീസ് പറ. ഞാൻ ആരോടും പറയത്തില്ല, പറ. ഇനി നീ എന്നെ എടുത്തത്? ഞാനങ്ങനെ എടുത്തത്. നീ എന്റെ തല കെട്ടി വെച്ചു. നിന്റെ ചിരി കണ്ടിട്ട് അങ്ങനെയല്ലേ എനിക്ക് തോന്നുന്നത്. എല്ലാവരും എനിക്ക് സംശയമാണ് കേട്ടാ. ഇന്നലെ നാളെ നീ ഇപ്പൊ പുറു എന്തോ പറഞ്ഞില്ലേ? മൈസൂർ പാക്ക് എടുത്തവനും കട്ടവനും പൊടിയും ഒക്കെ എനിക്ക് മനസ്സിലാവും കേട്ടോ. ഓ മനുഷ്യന്റെ നാണം കെടുത്തുവോ? എന്നുമല്ല ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പൂത്തി വെക്കാൻ തുടങ്ങി. ചുമ്മാ അനാവശ്യം പറയട്ടോ, ഞാൻ നിങ്ങളുടെ ഒരു സാധനം എടുത്ത് പൂത്തി വെച്ചിട്ടില്ല. പിന്നെ നീ എന്തോന്നോ എടുത്ത് പൂത്തി വെച്ചെന്ന് അത് ശിവ എടുത്ത് കട്ട് നിന്നൊക്കെ പറയുന്നു. അയ്യോ, ശിവൻ കട്ട് നിന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതാ സുമേഷ പറഞ്ഞ ശിവനായിരിക്കും അവനെ ഈ അടുക്കളപ്പുറത്ത് കണ്ടായിരുന്നെന്ന്. എന്നാ പിന്നെ ആ ചെറുക്കൻ തന്നെ ആയിരിക്കും സുമേഷ്, അവൻ തന്നെ എടുത്ത് തിന്നെ. എനിക്കറിയത്തില്ല, എനിക്കൊട്ട് അറിയാൻ വേണ്ട. അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താ കുഴപ്പം? അയ്യോ എനിക്കൊരു കുഴപ്പമില്ലേ, എനിക്കെന്തോന്ന് പ്രശ്നം? അവൻ അയ്യെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് പോയി. ഇവിടെ എല്ലാവർക്കും പൂഴ്ത്തി പോയപ്പോൾ ഒളിച്ചു പോയപ്പോൾ തീറ്റയാണെന്ന്. അവന് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഇഷ്ടമില്ലെങ്കിലേ അവന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറ. ഓ, ഒരു മൈസൂർ പാക്കിന്റെ പേരിൽ കുടുംബകലം ഉണ്ടാക്കാൻ വേണ്ടി പോയാണ്. ഉത്തമ, നീ എന്തിനാ ശിവനെ കള്ളാന്ന് വിളിച്ചത്? എന്താന്ന് വെച്ചാൽ വലിയ അന്താരാഷ്ട്ര പ്രശ്നമായ. എടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടേ, ഇല്ലെങ്കിൽ അവനോട് പോലീസായ കൊണ്ടത് മൊത്തം നാറ്റക്കേസാവേ. ആ കൊണ്ടുവന്ന് മണപ്പിക്കാൻ പറ, അപ്പൊ പിന്നെ എളുപ്പമായല്ല. നീ എന്തിനടെ അവൻ അന്യനായിട്ട് കാണുന്നത്? ഇവിടെ മൈസൂർ പാക്ക് വാങ്ങിച്ചു വെച്ചിട്ട് അവന് കൊടുക്കണം. കൊടുത്താൽ എന്താ കുഴപ്പം? അത് പൂഴ്ത്തി വെക്കേണ്ട കാര്യം എന്താ? മൈസൂർ പാക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചേ, അവിടെ എടുത്തു തരൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ആ ഇപ്പൊ എനിക്കായോ കുറ്റം? നിങ്ങളല്ലേ പറഞ്ഞത് ഈ വീട്ടില് ചെലവ് ഭയങ്കര കൂടുതലാ, നിങ്ങൾ ഇവിടുത്തെ ഒറ്റയ്ക്ക് ചെലവെല്ലാം നോക്കുന്നത്. അളിയൻ 10 പൈസ തരൂല, സുമേഷ് ആണെങ്കിൽ പണിക്ക് പോകില്ല, അച്ഛനാണെങ്കിൽ പെൻഷൻ കിട്ടുന്ന പൈസ എല്ലാം മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ വെച്ചിരിക്കുക. അതുകൊണ്ട് ചെലവ് ചുരുക്കണം നിങ്ങളല്ലേ പറഞ്ഞേ. നീ എന്തോ തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാൻ പെൻഷൻ പൈസ കൂടെ ചാവുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ വേറെ വകുപ്പൊന്നും ഞാൻ കാണുന്നില്ല. എടി ഇവിടുത്തെ ചെലവ് ഞാനല്ലേ നോക്കുന്നത്. കഴിഞ്ഞ മാസത്തെ പാലിന്റെ മുഴുവൻ പൈസ ഞാനല്ലേ കൊടുത്തത്. പകുതി പകുതി അത് പിറ്റേ ദിവസം വന്ന് വാങ്ങിച്ചോണ്ട് പോകാൻ ചെയ്തല്ല. ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല, ഞാൻ കാശൊക്കെ ഇഷ്ടം പോലെ ചെലവാക്കുന്നുണ്ട്. നിങ്ങളെ ഭാര്യ ഭർത്താവ് കൂടെ ഓരോന്ന് പൂഴ്ത്തി വെച്ചിട്ട് വെറുതെ ഓരോ ഏനക്കാടുകൾ ഒപ്പിച്ച് നോക്കിയില്ല കേട്ടാ. എന്റെ പൊന്നച്ച, ഞാൻ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് മധുരം ആയതുകൊണ്ട് എടുത്ത് മാറ്റി വെച്ചതാ, അല്ല ഞാൻ ഇവിടെ വേറെ പൂഴ്ത്തി വെച്ചിട്ടില്ല. ആർക്കൊക്കെ അറിയാം എന്തൊക്കെ പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്ന്, കണ്ടു തന്നെ അറിയാം. ഞാൻ പോട്ടു. ഒരു മൈസൂർ പാക്ക് പൂത്തി വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ആ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് പൂത്തി വെച്ചത്. നമുക്കൊന്നും ഇവിടെ വേണ്ട ഒരു മൈസൂർ പാക്ക്. നിനക്ക് വെച്ചിട്ടുണ്ട്?